പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G1730 എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിന്റ് ചെയ്യാൻ ആദ്യം നമ്മൾ പ്രിന്ററിൽ പേപ്പർ വെക്കണം. ഏത് ഗ്ലോസി ആണോ പ്ലെയിൻ പേപ്പർ ഏതായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇവിടെ കൺഫർമേഷൻ കൊടുക്കുക ഏത് സൈസാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് കൺഫേം ചെയ്യാൻ ഓക്കെ എന്ന് കൊടുക്കുക. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കീബോർഡിൽ ടൈപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എന്താണോ അത് ഓപ്പൺ ചെയ്യുക. നോർമൽ കേസിൽ പ്രിന്റ് ചെയ്യാൻ Ctrl+P ആണ് ഷോർട്ട് കീ ആയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രിന്റ് ചെയ്യാനുള്ള ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നോർമൽ കേസിൽ നമുക്കിവിടെ എത്ര നമ്പർ ഓഫ് കോപ്പീസ് എത്രയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ കേസിൽ പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. ഇനി കൂടുതൽ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കൂടുതൽ പരിചയപ്പെടാം. അപ്പോൾ അതിന് വീണ്ടും ഞാൻ ആ ഫയൽ ഓപ്പൺ ആക്കുകയാണ്. Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ പോയിട്ട് പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ആ ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രിൻ്ററിൻ്റെ പേരിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഹോം സെറ്റിങ്സ് പേജാണ് ഈ കാണുന്നത്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിങ് അങ്ങനെ 2 മോഡുകളുണ്ട്. ഇത് നിങ്ങൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഗ്ലോസി പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾ ഫോട്ടോ ആണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ ഫോട്ടോ പ്രിൻറ്റിങ് ആക്കണം. അതല്ല നോർമൽ പ്ലെയിൻ പേപ്പർ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഈ 2 സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് പേജ് സൈസാണ്. ഏത് സൈസ് പേപ്പറാണ് നമ്മളവിടെ ട്രയൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതേപോലെ ഏത് സൈസിലാണ് പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതലായി ഇവിടെ പുതിയൊരു സൈസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും യൂസർ ഡിഫൈൻഡ് എന്നുള്ളത്. എന്നിട്ട് അത് അവിടെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് അവിടെ സൈസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴോട്ട് വരുന്ന സ്ഥലത്ത് മീഡിയ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഏത് ടൈപ്പ് പേപ്പറാണ് ട്രയൽ വെച്ചിട്ടുള്ളതെന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇൻ കേസ് നിങ്ങൾ സ്റ്റുഡിയോ പേപ്പറാണ് വെക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ ഫോട്ടോ പേപ്പർ പ്ലസ് ഗ്ലോസി സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. അല്ല പ്ലെയിൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇനി ഫോട്ടോ പേപ്പർ തന്നെ കുറേ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി പോരാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന അതർ പേപ്പേഴ്സിൽ ഹൈ റെസൊല്യൂഷൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിറ്റി. നോർമൽ കേസിൽ ഒരു മിനിറ്റ് പ്ലെയിൻ പേപ്പറാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇനി താഴോട്ട് വരുന്ന സമയത്ത് ക്വാളിറ്റിയാണ് ചോദിക്കുന്നത്. നോർമൽ പ്രിൻറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് മോഡലായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൈ ആക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ എക്കണോമി എന്നുള്ളതുണ്ട്. അത് കുറച്ച് ഇങ്ക് വെച്ചിട്ട് കൂടുതൽ മൈലേജിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കണോമി ഉള്ളത്. പക്ഷേ അത് ക്ലാരിറ്റി കുറവായിരിക്കും. ഇപ്പം കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഹൈ ഉപയോഗിക്കാം. ഹൈ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഇങ്ക് ചിലവാകും, പ്രിൻറ്റിങ് സ്ലോ ആയിക്കാരം, പക്ഷേ കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കുഴപ്പമില്ലാത്ത പ്രിൻറ്റിങ്ങും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹൈ യൂസ് ചെയ്യാം. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്ന് വേണ്ടത്. പിന്നെ അതിന് താഴെ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ പേജിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള രീതിയിൽ ലേഔട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഈ മോഡൽ പ്രിൻ്ററിന് 2 സൈഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ് വരുന്നില്ല. അത് നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. ആദ്യം നമ്മളൊരു പേപ്പർ വെക്കുന്നു, ബാക്കി എല്ലാ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ആ പേപ്പർ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അത് നേരെ തിരിച്ച് വെച്ചാണ്ട് പിന്നെയും പ്രിൻറ്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇത് ഡ്യൂപ്ലെക്സ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഓട്ടോമാറ്റിക് ചെയ്യാൻ ഈ മോഡൽ പ്രിൻ്ററിൽ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ് ഇല്ല. അപ്പോൾ ഇത്രയും സെറ്റിങ്സ് ആണ് വരുന്നത്. ഇനി നിങ്ങൾ അവിടെ ഫോട്ടോ പ്രിൻറ്റിങ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് സെറ്റിങ്സ് ആകെ മാറുന്നത് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോട്ടോ പേപ്പറായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ പേപ്പർ സൈസിൽ 4x6 ആയിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത്, സ്റ്റാൻഡേർഡ് ആണോ അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രിൻറ്റിംഗ് ക്വാളിറ്റി മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഗ്ലോസി പേപ്പർ വെച്ചാണ്ട് പ്ലെയിൻ സ്റ്റാൻഡേർഡ് മോഡൽ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്കും പേപ്പറും വേസ്റ്റായി പോകുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വേണ്ട സെറ്റിങ്സ് എല്ലാം ചേഞ്ച് വരുത്തിയതിന് ശേഷം നിങ്ങൾ
ഓക്കെ എന്ന് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.